ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അസുരന്റെ താലി ഭാഗം 4. രചന ഫൗസിയ നൌഷാദ്. ഗൗതം വർമ്മയുടെ കാലടിപ്പാടുകൾ പടികളിൽ അമർന്നു പതിഞ്ഞു. മുറിയിൽ തൻവി ഒരു വിജയിയുടെ ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. തന്റെ ബുദ്ധി കൊണ്ട് അസുരനെ വിറപ്പിച്ചു എന്ന ബോധം അവൾക്കൊരു നേരത്തെ സംതൃപ്തി നൽകി. പക്ഷേ ആ സംതൃപ്തിക്ക് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് താഴെ നിന്ന് ഗൗതമിന്റെ ഉച്ചത്തിലുള്ള ആജ്ഞ കേട്ടു. രാഘവ, ആ ലാപ്ടോപ്പ് ഇപ്പോൾ തന്നെ നശിപ്പിച്ചേക്ക്. ഈ വീട്ടിലെ വൈഫൈ കണക്ഷനും കട്ട് ചെയ്. തൻവി ചിരിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. ഗൗതം, നീ ലാപ്ടോപ്പ് ഉടച്ചാലും വൈഫൈ കട്ട് ചെയ്താലും കാര്യമില്ല. ആ മെയിൽ ഓൾറെഡി ക്ലൗഡ് സെർവറിൽ ഷെഡ്യൂൾഡ് ആണ്. അത് തടയാൻ എനിക്ക് മാത്രമേ കഴിയൂ. ഹാളിന്റെ നടുവിൽ ഗൗതം വർമ്മ ഒരു സിഗരറ്റ് കത്തിച്ച് നിൽക്കുകയായിരുന്നു. അവന്റെ മുഖത്തിപ്പോൾ ദേഷ്യമല്ല, മറിച്ച് ഭയാനകമായൊരു ശാന്തതയായിരുന്നു. അവൻ പതുക്കെ പുക ഊതി വിട്ടുകൊണ്ട് തൻവിയുടെ അടുത്തേക്ക് നടന്നു വന്നു. തൻവി, നിന്റെ IT ബുദ്ധി കൊള്ളാം. പക്ഷെ നീ ഒരു കാര്യം മറന്നുപോയി. നീ ഡാറ്റ അയക്കാൻ പോകുന്നത് ഏത് ഓഫീസിലേക്കാണോ അവിടുത്തെ കമ്മീഷണർ എൻ്റെ ശമ്പള പട്ടികയിലെ ആളാ. നീ അയക്കുന്ന മെയിൽ എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തും. പക്ഷേ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പരുക്കനായി മന്ത്രിച്ചു. അതിനു മുമ്പേ 24 മണിക്കൂർ നിനക്ക് ഞാനൊരു നരകം സമ്മാനിക്കും. നീ പൂട്ടാൻ നോക്കിയത് ഗൗതം വർമ്മയാണ്. ആ ഇരുമ്പഴിക്കുള്ളിൽ നീ കൂടി ഉണ്ടാവുമെന്ന് നിനക്കറിയാമോ? കള്ളപ്പണം വെളുപ്പിക്കാൻ നിന്റെ അച്ഛൻ രാജശേഖർ ഉപയോഗിച്ച അക്കൗണ്ടുകൾ എൻ്റെ പേരിലല്ല, നിന്റെ പേരിൽ കൂടി പണ്ട് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജയിലിൽ പോയാൽ കൂട്ടിന് നീയും ഉണ്ടാകും. നിനക്ക് നിന്റെ അച്ഛൻ്റെ മാനം കൂടി വിൽക്കാൻ തയ്യാറാണെങ്കിൽ നീ ആ മെയിൽ അയച്ചോളൂ. തൻവി ഒരു നിമിഷം തരിച്ചുപോയി. അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഗൗതം അവളുടെ മുഖത്തെ പരിഭ്രമം ആസ്വദിച്ചുകൊണ്ട് തുടർന്നു. പിന്നെ നിനക്ക് ആ പാസ്വേഡ് കൊടുക്കാൻ 24 മണിക്കൂർ സമയമുണ്ടല്ലോ. ആ 24 മണിക്കൂർ ഈ വീടിന്റെ പടിവാതിൽക്കൽ നീ മുട്ടുകുത്തി നിൽക്കണം. പുറത്ത് മഴ പെയ്യുന്നുണ്ട് തൻവി. നിന്റെ ആധുനിക ബുദ്ധിക്ക് ആ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. രാഘവ, ഇവളെ മുറ്റത്തേക്ക് ഇറക്ക്. രാഘവൻ മടിച്ചു നിന്നെങ്കിലും ഗൗതമിന്റെ നോട്ടം കണ്ടപ്പോൾ തൻവിയുടെ കൈക്ക് പിടിച്ചു. തൻവി അവനെ തട്ടി മാറ്റി. എന്നെ ആരും പിടിക്കണ്ട, ഞാൻ ഇറങ്ങിക്കോളാം ഗൗതം. നിന്റെ മുന്നിൽ തല കുനിക്കുന്നതിനേക്കാൾ നല്ലത് ആ മഴയെ നനയുന്നതാ. പക്ഷെ ഒന്ന് നീ ഓർത്തു വെച്ചോ, എന്റെ വിരൽത്തുമ്പുകൾക്ക് നിന്റെ സാമ്രാജ്യത്തെ ചാരമാക്കാൻ ഒരു നിമിഷം മതി. തൻവി തലയുയർത്തി പിടിച്ച് മുറ്റത്തേക്കിറങ്ങി. ആ തണുത്ത മഴത്തുള്ളികൾ അവളുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ അവൾ വിറച്ചു. പക്ഷെ ആ കണ്ണുകളിൽ പകയുടെ അഗ്നി അപ്പോഴും കത്തുന്നുണ്ടായിരുന്നു. ഗൗതം വരാന്തയിൽ ഒരു ചാരുകസേരയിട്ട് അവളെ നോക്കിയിരുന്നു. അവന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഈ രാത്രി നീ ഇവിടെ കിടക്കണം തൻവി. നിന്റെ താലിയുടെ ശക്തിയോ നിന്റെ അച്ഛന്റെ അനുഗ്രഹമോ നിന്നെ രക്ഷിക്കോ എന്ന് ഞാൻ കാണട്ടെ. മുറ്റത്തെ ചെളിയിൽ തൻവി നിന്നു. മഴ ശക്തമായിക്കൊണ്ടിരുന്നു. മുകളിലെ മുറിയിൽ സരസ്വതിയമ്മ ജനലിലൂടെ തന്റെ മകന്റെ ക്രൂരതയും ആ പെൺകുട്ടിയുടെ നിസ്സഹായതയും കണ്ട് ശ്വാസം മുട്ടുകയായിരുന്നു. അവർക്ക് ശബ്ദം പുറത്തു വരുന്നില്ലെങ്കിലും ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. സമയം ഓരോ നിമിഷവും കടന്നുപോയി. രാത്രി 12 മണി കഴിഞ്ഞു. തൻവിയുടെ ശരീരം തണുത്തു മരവിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അവൾ വീണില്ല. അവൾ ഗൗതമിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ആ നോട്ടത്തിൽ ഗൗതം പതുക്കെ അസ്വസ്ഥനായി തുടങ്ങി. അവൻ വിചാരിച്ചത് അവൾ കരഞ്ഞുകൊണ്ട് കാല് പിടിക്കുമെന്നാ. പക്ഷെ അവളൊരു ശിലയെപ്പോലെ നിന്നു. പെട്ടെന്ന് തൻവി തല കറങ്ങി താഴെ വീഴാൻ പോയി. ഗൗതം അറിയാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചു. ഇല്ല, ഇവളെ തോപ്പിച്ചേ പറ്റൂ. തൻവി മുട്ടുകുത്തി ചെളിയിരുന്നു. എന്നിട്ടും അവൾ അവനെ നോക്കി ഒരു പുച്ഛ ചിരിച്ചിരിച്ചു. ഗൗതം, നീ തോറ്റുകൊണ്ടിരിക്കുക. നിന്റെ ഈ ക്രൂരത എന്നെ വേദനിപ്പിക്കുന്നു എന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, ഇതെന്നെ കൂടുതൽ കരുത്തയാക്കിയാണ്. ഗൗതമിന്റെ ഉള്ളിൽ ആദ്യമായി ഒരു ഭയം മുളപൊട്ടി. ഇത്രയും വീര്യമുള്ള ഒരു പെണ്ണിനെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ തന്റെ ഗ്ലാസ് തറയിലേക്ക് എറിഞ്ഞുടച്ചു. അവൻ മഴയത്തിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് തന്റെ മുഖത്തോട് ചേർത്ത് നിർത്തി. എന്താണ് നിന്റെ ഉള്ളിൽ തൻവി? എന്താണ് നിന്നിങ്ങനെ പിടിച്ചു നിർത്തുന്നേ? തൻവി കിതച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. നിന്നോടുള്ള വെറുപ്പ് ഗൗതം. ആ വെറുപ്പ് എനിക്ക് മരണത്തെക്കാൾ വലിയ കരുത്ത് നൽകുന്നുണ്ട്. ഗൗതം അവളുടെ ആ കത്തുന്ന കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ആ നിമിഷം ആകാശത്തൊരു വലിയ ഇടിമിന്നലുണ്ടായി. ആ വെളിച്ചത്തിൽ രണ്ടുപേരുടെ മുഖങ്ങൾ പരസ്പരം കണ്ടു. പകയുടെയും ദേഷ്യത്തിന്റെയും ഇടയിൽ എവിടെയോ ഒരു നിമിഷം ആ അസുരന്റെ മനസ്സിൽ ഒരു വിറയലുണ്ടായി. അവനവളെ വലിച്ചിഴച്ച് വരാന്തയിലേക്ക് കൊണ്ടുപോയി. നീ ഇവിടെ കിടന്ന് ചാവാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് മരണം ഒരു രക്ഷപ്പെടലായിരിക്കും. അത് ഞാൻ നൽകില്ല. അവനവളെ അകത്തേക്ക് തള്ളി വാതിലടച്ചു. തൻവി തണുത്തു വിറച്ച് തറയിലിരുന്നു. ഗൗതം അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ അവന്റെ നെഞ്ചിടിപ്പ് ഉയരുന്നുണ്ടായിരുന്നു. അവൻ തിരിച്ചറിയുകയായിരുന്നു, ഈ പെണ്ണ് വെറുമൊരു ഇരയല്ല, തന്നെ പ്രതിരൂപമാണ്. ഹാളിന്റെ തറയിൽ തണുത്തു വിറച്ചിരിക്കുന്ന തൻവിയെ നോക്കി നിൽക്കുമ്പോൾ ഗൗതമിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത അസ്വസ്ഥത പടരുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ അവളുടെ മുടിയിലൂടെ ഇറ്റുവീണ് ആ കറുത്ത സാരിയെ കൂടുതൽ ഇരുണ്ടതാക്കിയിരുന്നു. കഴുത്തിലെ ആ മുറിവ് വെള്ളം നനഞ്ഞ് ഒന്നുകൂടി ചുവന്നു കണ്ടു.
ഗൗതം തന്റെ മുറിയിലേക്ക് പോയൊരു പുതപ്പുമായി തിരിച്ചു വന്നു. അത് ദൂരേക്ക് നിന്നുകൊണ്ട് അവളുടെ നേരെ എറിഞ്ഞു. ഇത് പുതച്ചോ. ഗൗതം വർമ്മയുടെ തടവറയിൽ കിടന്ന് നീ ചാവാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കുള്ള ശിക്ഷ ഇനിയും ബാക്കിയുണ്ട്. തൻവി ആ പുതപ്പിലേക്ക് നോക്കിയില്ല. അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവനെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. നിനക്ക് പേടിയാണോ ഗൗതം? ആ മെയിൽ പുറത്തു പോയാ നിന്റെ ഈ കൊട്ടാരം ഇടിഞ്ഞു വീഴുമെന്ന് നിനക്കറിയാം. ആ പേടി മറയ്ക്കാനാണോ നീ ഇപ്പോൾ ഇതേ കാണിക്കുന്നേ? ഗൗതം അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവളുടെ നനഞ്ഞ മുടിയിഴകൾ പരുക്കനായി മാറ്റിക്കൊണ്ട് അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പേടിയോ? ഗൗതവർമ്മയ്ക്ക് പണമോ പദവിയോ പോകുമെന്ന പേടിയില്ല തൻവി. പക്ഷെ ആ മെയിൽ പുറത്തു പോയാ നിന്റെ അച്ഛൻ രാജശേഖരന്റെ മുഖംമൂടിയാണ് അഴിയുന്നത്. അദ്ദേഹം പടുത്തുയർത്തിയ മാന്യത എന്ന കോട്ട തകരും. നിന്റെ പേരിൽ അദ്ദേഹം ഉണ്ടാക്കിയ ബിനാമി അക്കൗണ്ടുകൾ പുറത്തു വന്നാൽ മരിച്ചുപോയ നിന്റെ അച്ഛനെ ലോകം ക്രൂശിക്കും. അത് കാണാനുള്ള കരുത്ത് തൻവി രാജശേഖരനുണ്ടോ? തൻവി ഒരു നിമിഷം നിശബ്ദയായി. അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഗൗതമിന്റെ കണ്ണുകളിലെ ആ നിശ്ചയദാർഢ്യം അവളെ ഭയപ്പെടുത്തി. നീ നുണ പറയുക ഗൗതം. എന്റെ അച്ഛൻ ഒരിക്കലും എന്നെ അപകടത്തിലാക്കില്ല. സത്യം എപ്പോഴും കൈപ്പുള്ളതാണ് തൻവി. നിന്റെ അച്ഛൻ നിനക്ക് രാജാവായിരിക്കാം. പക്ഷെ എന്റെ അച്ഛൻ മാധവന് അദ്ദേഹം ഒരു വഞ്ചകനായിരുന്നു. ആ കഥ നിനക്കറിയില്ലല്ലോ അല്ലേ? നീ വിചാരിക്കുന്നത് എന്റെ പക ബിസിനസ് സംബന്ധമാണ് എന്നല്ലേ? എന്നാ അത് മാത്രമല്ല, നിനക്ക് തെറ്റി തൻവി. സ്റ്റഡി റൂമിലെ ആ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയിൽ തൻവി തറയിലിരുന്ന് വിറയ്ക്കുകയായിരുന്നു. മഴ നനഞ്ഞ അവളുടെ ശരീരം തണുത്തു വിറയ്ക്കുന്നുണ്ടെങ്കിലും ഗൗതമിന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ വലിയൊരു തീ തന്നെ പടർത്തിയിരുന്നു. ഗൗതം പതുക്കെ എഴുന്നേറ്റു. അവനവളുടെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിഞ്ഞ് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾക്ക് തൊട്ടടുത്ത് വന്ന് മന്ത്രിച്ചു. നീ വിചാരിക്കുന്നത് ഗൗതം വർമ്മ നിന്റെ അച്ഛന്റെ ബിസിനസ് സാമ്രാജ്യം കണ്ട് കൊതിച്ചു വന്നവനാണെന്നല്ലേ? തൻവി, നിന്റെ അച്ഛൻ രാജശേഖർ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ ഓരോ ഇഷ്ടികയിലും എന്റെ അച്ഛൻ മാധവന്റെ വിയർപ്പും രക്തവും ഉണ്ട്. നീ വലിയ ലേഡി ബോസായി നടന്ന ഈ വർഷങ്ങളിലൊന്നും നിന്റെ അച്ഛൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്തൊരു കഥയുണ്ട്. 2015 ഒക്ടോബർ 14 ആ രാത്രിയിലെ കഥ. തൻവി പകപ്പോടെ അവനെ നോക്കി. എന്താ ആ രാത്രി എന്താ നടന്നത്? ഗൗതം ഗൂഢമായി ഒന്ന് ചിരിച്ചു. അവൻ അവളുടെ കഴുത്തിലെ ആ മുറികൾ ഒന്ന് വിരലോടിച്ചു. തൻവി വേദന കൊണ്ട് കണ്ണുകൾ അടച്ചു. അതിപ്പോ ഞാൻ പറഞ്ഞു തന്നാ നിന്റെ അഹങ്കാരം പെട്ടെന്ന് അണഞ്ഞു പോവും. അതെനിക്ക് വേണ്ട. നിനക്ക് പസിലുകൾ ഇഷ്ടമാണല്ലോ. എങ്കിൽ ഇതാ നിനക്കുള്ള ക്ലൂ. നിന്റെ അച്ഛന്റെ പഴയ ബംഗ്ലാവിലെ ആ കറുത്ത ലോക്കറിൽ നീ ഒരിക്കലും തുറക്കാത്തൊരു വശമുണ്ട്. അതിൽ നിന്റെ അച്ഛൻ 10 വർഷമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പഴയ നീല ഫയലുണ്ട്. പ്രൊജക്ട് എക്സ് എന്ന് നിന്റെ അച്ഛൻ പേരിട്ട ആ ഫയൽ. അതൊന്ന് തിരിഞ്ഞു നോക്ക് തൻവി. അന്ന് നീ അറിയും നിന്റെ ഈ അച്ഛൻ എനിക്ക് ആരായിരുന്നു എന്ന്. അവൻ എഴുന്നേറ്റ് അവളുടെ കൈപിടിച്ച് വലിച്ചു. ഇപ്പം നീ പോയി വസ്ത്രം മാറ്. നിന്റെ അഹങ്കാരം ഒന്ന് തണുക്കാൻ ഈ മഴയും എൻ്റെ ഈ വാക്കുകളും ധാരാളമാണ്. ആ പാസ്വേഡ് കൊടുക്കാൻ നിനക്ക് ഇനിയും സമയമുണ്ട്. പക്ഷേ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിന്റെ അച്ഛൻ്റെ ആ പഴയ രഹസ്യങ്ങളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഗൗതം മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ വെച്ച് അവൻ തിരിഞ്ഞു നോക്കി. പിന്നെ ഒരു കാര്യം കൂടി. നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിച്ചിരുന്നത് നിന്റെ മുഖം കാണുമ്പോഴൊക്കെ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടിയിരിക്കുന്നത് കൊണ്ടാണോ എന്ന് കൂടി ഒന്ന് ആലോചിക്കുക. ഗൗതം വാതിൽ വലിച്ചടച്ചു. തൻവി ആ ഇരുട്ടിൽ തനിച്ചായി. മഴയുടെ ശബ്ദം ഇപ്പോൾ അവളുടെ ഉള്ളിലെ നിലവിളികൾ പോലെയാണ് അവൾക്ക് തോന്നിയത്. 2015 ഒക്ടോബർ 14 ആ രാത്രിയിൽ എന്താണ് നടന്നത്? അച്ഛൻ എന്തിനാണ് ആ ഫയൽ ഒളിപ്പിച്ചു വെച്ചത്? തൻവി തന്റെ താലിയിൽ മുറുകെ പിടിച്ചു. ഗൗതം നൽകിയ സൂചന അവളുടെ ആത്മവിശ്വാസത്തെ പാടെ തകർത്തിരുന്നു. താൻ ഇത്രയും കാലം ഒരു നുണയിലാണോ ജീവിച്ചിരുന്നത് എന്ന ഭയം അവൾക്ക് തോന്നി തുടങ്ങി. ഹാളിന്റെ മറുവശത്ത് ഗൗതം സിഗരറ്റ് പുകച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി നിന്നു. അവൻ വിജയിച്ചു എന്ന ഭാവത്തിലല്ല, പകരം ആ സത്യങ്ങൾ തൻവി അറിയുമ്പോൾ അവൾ തകരുന്നത് കാണാനുള്ള ഒരു ഭ്രാന്തമായ കാത്തിരിപ്പിലായിരുന്നു അവൻ. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. കഥയിൽ ഇനിയും ചുഴലഴിയാൻ ഒരുപാട് സത്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ബൈ ബൈ.